എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ സീരീസിലൂടെ ചെയ്യുന്നത് ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ടെലഗ്രാം ചാനൽ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്വിസ് രൂപേണ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് 20 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക, ക്വിസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് അലൗസ് യൂസേഴ്സ് ടു. വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് യൂസേഴ്സിന് എന്തിനൊക്കെയാണ് അലോ ചെയ്യുന്നത്? അതായത് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആൻസർ, ഡു ഓൾ ഓഫ് ദി എബവ്. അതായത് എഡിറ്റ് ടെക്സ്റ്റ്, സേവ് ടെക്സ്റ്റ്, പ്രിൻറ്റ് ടെക്സ്റ്റ്. അതായത് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജിലൂടെ നമുക്ക് ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാം, ടെക്സ്റ്റിനെ സേവ് ചെയ്യാം, ടെക്സ്റ്റിനെ പ്രിൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റെൻസിൽ ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സിൽക്ക് കാരിയർ. അതായത് ഈ സ്റ്റെൻസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെൻസിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ വഴി കോപ്പി എടുക്കുന്നത്. അപ്പോൾ സ്റ്റെൻസിൽ ഷീറ്റ് സിൽക്ക് കാരിയറിലാണ് പ്ലേസ് ചെയ്യുന്നത്. സിൽക്ക് കാരിയറാണ് സ്റ്റെൻസിലേക്ക് ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ഫയൽസ് കനോട്ട് ബി നാവിഗേറ്റഡ് യൂസിങ് ക്ലിപ്ബോർഡ് ബ്രൗസർ ഓഫ് ഓഫീസ് 2000 MP3. Which type of files cannot be navigated using clipart browser of 2000 MP3 ആണ്. ഡ്രോപ്പ് ക്യാപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഡാഷ് മെനു, ഫോർമാറ്റ് മെനു. ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ ഫോർമാറ്റ് മെനുവിലാണ് ഉള്ളത്. ഇൻ വിച്ച് ഇയർ അറ്റ് ദ റേറ്റ് സെലക്റ്റഡ് ഫോർ ഇറ്റ്സ് യൂസ് ഇൻ ഇമെയിൽ അഡ്രസ്സസ് 1972. അതായത് അറ്റ് ദ റേറ്റ് ഓഫ് എന്നുള്ള ആ ഒരു സിമ്പൽ ഏത് വർഷമാണ് ഇമെയിൽ അഡ്രസ്സിലേക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? 1972 അറ്റ് ദ റേറ്റ് ഓഫ് എന്നുള്ള സിമ്പൽ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ദ ടൈപ്പ് റൈറ്റർ വിത്ത് 80 to 100 ഡിഗ്രി ആർ കോൾഡ്. അതായത് ടൈപ്പ് റൈറ്റർ 80 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയുള്ള ടൈപ്പ് റൈറ്ററിനെ പറയുന്നതാണ് ഫുൾ സ്ക്യാപ്പ്. ഫുൾ സ്ക്യാപ്പ് ടൈപ്പ് റൈറ്ററാണ് 80 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ വരുന്നത്. ഡാറ്റ അറേഞ്ച്ഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ ഈസ് കോൾഡ് ഡാറ്റ അറേഞ്ചിങ്. അതായത് ഒരു ഡാറ്റേനെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡാറ്റ അറേഞ്ചിങ്. ഫോൺ സൈസസ് നോട്ട് സപ്പോർട്ടഡ് ബൈ വേർഡ്. വേർഡിൽ സപ്പോർട്ട് ചെയ്യാത്ത ഫോൺ സൈസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 100.89 100.89 എന്നുള്ള ഫോൺ സൈസാണ് വേർഡ് സപ്പോർട്ട് ചെയ്യാത്തത്. ലെങ്ത് ഓഫ് റിബൺ യൂസ്ഡ് ഇൻ എ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ 10 മീറ്റർ. ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ബഫർ സ്പ്രിംഗ് ഈസ് ഫൗണ്ട് ഇൻ ദ ഹാൽഡ. അതായത് ബഫർ സ്പ്രിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് ഏത് തരം ടൈപ്പ് റൈറ്ററിലാണ് കാണപ്പെടുന്നത്? ഹാൽഡ ടൈപ്പ് റൈറ്ററിലാണ് ബഫർ സ്പ്രിംഗ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി വേസ് യു ക്യാൻ സേവ് എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര രീതിയിൽ സേവ് ചെയ്യാം? 3 രീതിയിലാണ് സേവ് ചെയ്യാൻ കഴിയുന്നത്. വാട്ട് ഈസ് ഗട്ടർ മാർജിൻ? ഗട്ടർ മാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാർജിൻ ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിൻറ്റിങ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് പേജുകൾ പ്രിൻ്റ് ചെയ്തിട്ട് ആ പേജസിനെ ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ ബൈൻഡിങ് സൈഡ് ആ പേജിൽ അതായത് ബൈൻഡ് ചെയ്യുന്ന ആ സൈഡിലേക്ക് എക്സ്ട്രാ മാർജിൻ ആഡ് ചെയ്യുന്നതാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന മാർജിനെയാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആർ ഡാഷ് പേജ് ഓറിയൻറ്റേഷനാണ്. പേജ് ഓറിയൻറ്റേഷനാണ് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഇപ്പോൾ പേജ് ഓറിയൻറ്റേഷൻ 2 ടൈപ്പാണ്. അത് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആണ്. ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ഡാറ്റ സോഴ്സ്.
അപ്പോൾ മെയിൽ മെർജ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അതായത് മെയിലിംഗ് ലിസ്റ്റ് അറിയപ്പെടുന്നത് ഡാറ്റ സോഴ്സാണ്. മെയിലിംഗ് ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പം കുറച്ചധികം പേരാവാം അല്ലെങ്കിൽ അഡ്രസ്സ് ആവാം. അതിനെയാണ് ഈ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓഡ് വൺ? ഡീലക്സ് ആണ്. വിച്ച് ഈസ് നോൺ ആസ് ഡെഡ് കീ ഇൻ മലയാളം ടൈപ്പ് റൈറ്റർ? മലയാളം ടൈപ്പ് റൈറ്ററിലെ ഡെഡ് കീ എന്നറിയപ്പെടുന്നത് ചന്ദ്രകലയാണ്. അതായത് ചന്ദ്രകല ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ അര സ്പേസാണ് നീങ്ങുന്നത്. ടൈപ്പ് റൈറ്ററിൻ്റെ ഇത് അര സ്പേസാണ്, ഒരു ഫുൾ സ്പേസ് നീങ്ങുന്നില്ല. അര സ്പേസ് നീങ്ങിയിട്ടാണ് ഈ ഡെഡ് കീ അവിടെ ഇംപ്രഷൻ വരുന്നത്. അടുത്തത് ഫോമിംഗ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇറഗുലർ ലൈൻ വിത്ത് ഈവൻ സ്പേസ് ഈസ് കോൾഡ് ബാഡ് അലൈൻമെൻറ്റ്. ഫോമിംഗ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇറഗുലർ ലൈൻ വിത്ത് അൺഈവൻ സ്പേസ് ഈസ് കോൾഡ് ബാഡ് അലൈൻമെൻറ്റ്. അതായത് ഇറഗുലർ ലൈനായിട്ട് ലെറ്റേഴ്സ് ഫോം ചെയ്യുക, അതുപോലെ തന്നെ ഒന്നിടവിട്ട സ്പേസുകളിൽ ലെറ്റേഴ്സ് വരിക, അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് ബാഡ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഫോർ വേർഡ് പ്രോസസ്സർ? താഴെ പറയുന്നവയിൽ ഗ്രാഫിക്കൽ സൊല്യൂഷൻ, വേർഡ് പ്രോസസ്സറിൽ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്ലിപ്പ് ആർട്ടാണ്. അതായത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെറ്റേഴ്സ്, ഹാൻഡ് റൈറ്റിങ്സ് പോലുള്ള ലെറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. വേർഡ് ആർട്ടാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫീച്ചർ. അപ്പോൾ രണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ വേർഡ് ആർട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യാനും, ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത് അതായത് നമുക്ക് ആ ഡോക്യുമെൻറ്റിലേക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അടുത്തത് വെൻ ഡ്രോപ്പ് ക്യാപ്പ് ആർ യൂസ്ഡ് ഇൻ എ ഡോക്യുമെൻറ്റ് ടു ബിഗിൻ എ പാരഗ്രാഫ് വിത്ത് ലാർജ് ഡ്രോപ്ഡ് ക്യാപിറ്റൽ ലെറ്റർ. അതായത് ഒരു ഡ്രോപ്പ് ക്യാപ്പ് എന്തിനാണ് ഒരു ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കുന്നത്? ഒരു പാരഗ്രാഫ് ഒരു ലാർജ് ഡ്രോപ്ഡ് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ലെറ്റർ വലുതാക്കി വരികയും അതൊരു 2-3 ലൈൻസ്, മൂന്നിലധികം ലൈൻസിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ബിലോങ്സ് ടു ബ്രൗസർ സോഫ്റ്റ്വെയർ? താഴെ പറയുന്നവയിൽ ബ്രൗസർ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത് ഏത്? ഗൂഗിളാണ്. അപ്പം ബ്രൗസർ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുന്നതാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേറ, മോസില്ല, ഫയർഫോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. 20 ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.